ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മൾ എങ്ങനെ സഞ്ചരിക്കണം, നമ്മൾ എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ ഇഷ്ടമാണ്. നമ്മൾ ബസ്സിലും പോവും, നടന്നിട്ടും പോവും, സ്കൂട്ടറിലും പോവും, വേണ്ടി വന്നാൽ ഓട്ടോറിക്ഷയിലും പോവും. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, അത് ചോദിക്കാനുള്ള അധികാരവും അവകാശവും ആർക്കും ഇവിടെ ഇല്ല. മലപ്പുറം ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. മലപ്പുറം ഒരു ഓട്ടോറിക്ഷയുടെ മുന്നിൽ ഒരു ബസ് വന്ന് നിർത്തുകയും ബസ് ജീവനക്കാർ ഈ ഓട്ടോ ഡ്രൈവറിനെ മർദ്ദിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മർദ്ദനമേറ്റ വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇവർ മർദ്ദിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ബസ്സിൽ കയറേണ്ട ആളുകൾ ഈ ഓട്ടോറിക്ഷയിൽ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആൾക്കാർ ഇങ്ങനെ കൂട്ടി പോകുന്നതുകൊണ്ട് അവരുടെ കസ്റ്റമർ കുറയുന്നു എന്ന് പറഞ്ഞാണ് ഈ വ്യക്തിയെ മർദ്ദിച്ചിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻസിഡന്റും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം ഭാര്യയെ ബസ് സ്റ്റോപ്പിൽ നിന്നും കൂട്ടി പോകുന്ന വഴി ഇതേപോലെ തന്നെ ഒരു ബസ് മുന്നിൽ വന്ന് നിൽക്കുകയും ആ ഓട്ടോ ഡ്രൈവറിനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ഈ വ്യക്തിയുടെ സ്വന്തം ഭാര്യയായിരുന്നു, അത് അവർക്ക് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ശരി, ഒരു വ്യക്തി, അത് ആരുമാവട്ടെ, ഭാര്യ ആവട്ടെ അല്ലെങ്കിൽ വേറെ ആരുമാവട്ടെ, ഒരു കസ്റ്റമർ ഏത് വെഹിക്കിളിൽ, ഏത് വാഹനത്തിൽ, അത് ഓട്ടോറിക്ഷ ആവട്ടെ, ബസ് ആവട്ടെ, ഏതുമാവട്ടെ, അല്ലെങ്കിൽ ടാക്സി, കാർസ് ആയിക്കോട്ടെ, ഏതായിരുന്നാലും ശരി, അത് കയറാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളെ ആർക്കും പിടിച്ചു വലിച്ച് കയറ്റാനൊന്നും പറ്റില്ല. അത് ബസ്സിലായിരുന്നാലും ശരി, ഓട്ടോറിക്ഷയിലായിരുന്നാലും ശരി, നമ്മൾ പൂർണ്ണ മനസ്സോടെ ആയിരിക്കും അതിലേക്ക് കയറുന്നത്. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്? ഇതൊരു പ്യൂർ കേസ് ഓഫ് ഗൂണ്ടായിസം അല്ലേ? ഒരു വ്യക്തിയെ എന്ത് കാരണവുമാകട്ടെ, ഒരു വ്യക്തിയെ തല്ലാനുള്ള അധികാരം ഇവർക്ക് ആരാണ് കൊടുത്തിട്ടുള്ളത്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സംസാരിച്ച് തീർക്കുന്നതിന് പകരം നേരെ പോയിട്ട് മർദ്ദിക്കുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ ഈ ബസ്സുകാരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവർ സ്പീഡ്, റോങ് സൈഡിലോട്ട് വണ്ടി എടുക്കുക, എന്താ പറയാ, നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ അടിച്ചു തെറിപ്പിച്ചിട്ട് പോകും എന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും പോവാറ്, പ്രത്യേകിച്ചും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ. ഇതിനെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. എന്തുകൊണ്ടാണ് ആരും ഒന്നും ചോദിക്കാത്തത്? ഒരു നാട്ടുകാർ പോലും ഇതിനെപ്പറ്റി ചോദിക്കാറില്ല. കാരണം അവരെ മരണപ്പാച്ചിലാണ്. പക്ഷെങ്കിൽ ഇത് കണ്ടിട്ടും ആരും ഒന്നും ചോദിക്കാറില്ല, സൈലന്റ് ആയിട്ട് നിൽക്കാറാണ് പതിവ്. അതെന്തുകൊണ്ടാണ്? എത്ര പേരുടെ ജീവനുകൾ ഇവരെടുത്തിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ വയ്യാതാരമാക്കിയിട്ടുണ്ട് ഇവർ. പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഇല്ല. കാരണം എന്താണ്? ശരിയായ ശിക്ഷാ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തിനു പറയുന്നു, ഇപ്പൊ ഈ മർദ്ദന കേസ് തന്നെ, ഇതിന് കേസ് എടുക്കും, ജാമ്യം കൊടുക്കും, പിന്നെ ശിക്ഷ കിട്ടോ ഇല്ലയോ അത് കണ്ടറിയണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും മുഴുവനായിട്ടും ക്രൈംസിന്റെ എണ്ണം വീണ്ടും വീണ്ടും അധികരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ നിയമം മാറുക തന്നെ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകിയേ പറ്റൂ. എന്നാലേ ഇതൊക്കെ നിർത്തുകയുള്ളൂ. എത്ര പേരുടെ ജീവനുള്ള ഇവർ ബസ് തട്ടിയിട്ടും ആക്സിഡന്റിലൂടെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവരെ ഈ ഓട്ടപ്പാച്ചിൽ നിർത്തിയിട്ടുണ്ടോ? ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ പലതരത്തിലുള്ള പോക്കും. ഈ ബസ് പോകുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി അവിടെ നിൽക്കില്ല, അവരെ വെത്ത് കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി രക്ഷപ്പെടും. കാരണം അങ്ങനെയാണ് അവർ പലപ്പോഴും സഞ്ചരിക്കാറ്. എന്നിട്ട് വല്ല മാറ്റവും ഉണ്ടായോ? അതുമില്ല. ഇവരുടെ ഈ ഗുണ്ടായിസം നിർത്തുക തന്നെ ചെയ്യണം. അതിന് തക്കതായ ശിക്ഷകൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഈ ഗൂണ്ടായിസവും ഓവർ സ്പീഡും അങ്ങനെയുള്ള ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും നിൽക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.